وانسب إلى ذاته ما شئت من شرف وانسب إلى قدره ما شئت من عظام. വൻസുബ്, നീ ചേർത്തിക്കോളൂ, ഇലാ ദാത്തിഹി, ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദാത്തിലേക്ക്, സത്തയിലേക്ക്, മാ ശിഅ്ത മിൻ ശറഫി, ബഹുമതിയായി കണക്കാക്കപ്പെടുന്ന ഇഷ്ടമുള്ള എന്തും നീ അവിടത്തേക്ക് ചേർത്തി പറഞ്ഞോളൂ. വൻസുബ് എന്നതുപോലെ തന്നെ നീ ചേർത്തിക്കോളൂ ഇലാ ഖദ്രിഹി, അവിടുത്തെ ഖദറിലേക്ക്, പദവിയിലേക്ക്, മാ ശിഅ്ത മിൻ അളമി, മഹത്വമായി നീ കാണുന്ന, നീ ഇഷ്ടപ്പെടുന്ന എന്തും അവിടത്തേക്ക് ചേർത്തി പറഞ്ഞോളൂ, ഒന്നും അധികമാവില്ല. ബുർദയുടെ വ്യാഖ്യാതാക്കളൊക്കെ പറഞ്ഞു, ഇത് കേൾക്കുമ്പോൾ ഒരു സാങ്കല്പിക കഥാപാത്രത്തെ ഉണ്ടാക്കി അതിനെ ഉള്ളതും ഇല്ലാത്തതുമായ എല്ലാ വിശേഷണങ്ങളും നൽകുന്ന പോലെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പദവികൾ ചാർത്തിക്കൊടുത്തോളൂ എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് എല്ലാ നന്മയും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ സമ്മേളിച്ചിട്ടുണ്ട് എന്നതാണ്. ശാരീരികമായും അതുപോലെ തന്നെ അവിടുത്തെ വിശേഷണങ്ങൾ, വ്യക്തിത്വ വിശേഷണങ്ങൾ നോക്കുകയാണെങ്കിലും സ്വഭാവ മഹിമ നോക്കുകയാണെങ്കിലും ഒക്കെ ഏത് വിശേഷണം പറഞ്ഞാലും അത് കൂടിപ്പോയി എന്ന് പറയേണ്ടി വരില്ല. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഇങ്ങനെ കൂടുതൽ പുകഴ്ത്തുമ്പോൾ അത്രയൊക്കെ വേണോ എന്ന് നമ്മൾ ചിന്തിക്കുമെങ്കിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ദിവ്യത്വം കൽപ്പിക്കാത്ത രൂപത്തിൽ ഏത് നന്മയും അവിടത്തേക്കുള്ളത് നമുക്ക് പറയാൻ കഴിയും. അതൊന്നും അധികമാവില്ല. ഏത് നന്മ എടുത്തു നോക്കിയാലും അവിടുത്തെ ജീവിതത്തിൽ, സ്വഭാവത്തിൽ അത് കാണാൻ കഴിയും. മാത്രവുമല്ല, അവിടുത്തെ ദാത്തിന് തന്നെ, ആ സത്തക്ക്, ആ ശരീരത്തിന് തന്നെ പ്രാധാന്യങ്ങളുണ്ട്. ഈ ഭൂമിയിലുള്ള സകല ചരാചരങ്ങളും, അല്ലാഹുവിന്റെ മുഴുവൻ സൃഷ്ടികളും അതിനെ അംഗീകരിച്ചതാണ്. വെയിലിൽ നടക്കുന്ന സമയത്ത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മേഘം തണലിട്ട് കൊടുക്കുന്നു. അവിടുത്തെ ആ ശരീരം വെയിലിന്റെ ചൂടേൽക്കുന്നത് മേഘത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ട് മേഘത്തിന് കഴിയുന്ന രൂപത്തിലുള്ള സഹായം മുത്തുനബിക്ക് ചെയ്യുകയാണ്. അതുപോലെ തന്നെ മരങ്ങളെ മാടി വിളിക്കുമ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് അവകൾ ഓടി വരികയാണ്. അതൊക്കെ ബുർദയിൽ തന്നെ വരുന്ന വരികളിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അവിടുത്തെ പരിശുദ്ധമാക്കപ്പെട്ട ഷാറു മുബാറക്കും അവിടുത്തെ നഖവും ഉമനീരും ഒക്കെ ഭൂമിയിലേക്ക് വീഴുന്നതിന്റെ മുമ്പ് തന്നെ ഏതെങ്കിലും ഒരു സ്വഹാബിയുടെ കൈകളിലായിരിക്കും എത്തുക എന്നതൊക്കെ ചരിത്രത്തിൽ നമ്മൾ പഠിച്ചതാണ്. ആ നിലക്ക് അവിടുത്തെ ശരീരത്തിനു തന്നെ പ്രാധാന്യമുണ്ട്. അവിടുത്തെ സ്വഭാവ വിശേഷണങ്ങൾക്ക് വളരെ വലിയ മനോഹാരിതയുണ്ട്. എന്തു പറഞ്ഞാലും എത്ര മദ്ഹ് ചെയ്താലും അതൊന്നും കൂടിപ്പോവുകയില്ല എന്നതാണ് ഈ വരിയുടെ വിശദീകരണം.